ഹലോ ഗടികളെ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നല്ല പകലാണ്. നല്ലൊരു പഴം കണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളറിയുന്നവർ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നവർ, ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പറയാം. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയി വന്നപ്പോൾ രാത്രി, പിന്നെ മടങ്ങേണ്ട സമയമായി. പക്ഷേ ഒന്നും നോക്കിയില്ല കേട്ടോ. രാത്രി അങ്ങോട്ട് തുടങ്ങി ആ മരം കാലിയാക്കണ പരിപാടി. അപ്പോൾ ഞാനും ഉണ്ട്, അളിയനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മറ്റേ തോട്ടി വെച്ചിട്ടോ അങ്ങനെ തട്ടിയിട്ടൊന്നും കിട്ടുന്നൊരു പഴമല്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അവസാനം കിട്ടാതായപ്പോൾ പിന്നെ സമയം ഇല്ല. രണ്ടും കൽപ്പിച്ച് മരത്തിൻ്റെ മേലെ അങ്ങോട്ട് പൊത്തി പിടിച്ച് അങ്ങോട്ട് കയറാൻ വലിയ എളുപ്പമായിരുന്നു, പക്ഷെ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, മരം ഇനി അങ്ങോട്ട് കാലിയാക്കണ പരിപാടിയിലാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പൊട്ടിച്ച്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മധുരമുള്ള ഒരു പഴമാണത്. അങ്ങനെ ഞാനും അളിയനാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് പൊണ്ടാട്ടിയും പെങ്ങളും കുട്ടികളും കുഞ്ഞുമ്മയും എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി വന്ന് ആ മരം കാലിയാക്കൽ ഒരു ഉത്സവ ലഹരിയിലാക്കി ഇതാണ് എല്ലാവരും കൂടി. പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല, നല്ല ഹാപ്പിയായിരുന്നു അവരൊക്കെ ഇങ്ങനെ എല്ലാവരും. അപ്പോൾ അതേമാതിരി വീട്ടിൽ വല്ല കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുളം പിടുത്തവും ഒക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ അതിൻ്റെ ഒരു രസം, അതൊരു വൈബ് വേറെ തന്നെയാണ്. അതേമാതിരി തന്നെയാണ് ഇതേമാതിരി എല്ലാവരും കൂടിയിട്ട് അത് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ആ പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ല. ഇത് കണ്ടോ, ഞാണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ പൊട്ടിച്ചത്. നോക്കിയേ, ഒന്നും പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമല്ല, ഇതെല്ലാവരും കൂടിയിട്ട് കണ്ടോ, കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിട്ട് അത് പിന്നെ ഇനി എല്ലാവരും കൂടിയിട്ട് അടിച്ച് തീർത്തിട്ടോ, ഒരു രക്ഷയില്ല. ഒരു പെരുന്നാളിൻ്റെ ഒക്കെ ഒരു തലേദിവസം മാതിരി എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു. എന്നും ആ മരം കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പഴം ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ തന്നെ കാണുമ്പോൾ ഈ ഒരു സമയത്തിനെക്കുറിച്ച് ഓർത്തു പോകും, അത് യാതൊരു സംശയവുമില്ല. അപ്പം ഈ പഴം എവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ പേര് എന്നറിയുന്നവർ കമൻറ്റിൽ പറയാട്ടോ. നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൊട്ടിച്ച് അങ്ങനെ തന്നെ കഴിക്കണമെന്ന്. അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വാഷ് ചെയ്തിട്ടാണ്, അല്ലാതെ ഒന്നും ആരും കഴിക്കരുത്. അപ്പോൾ ബായ്.